നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ളതും ചിലവ് കുറഞ്ഞതും അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ചധികം പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ കുറച്ചധികം വേണ്ട, ഈ ഒരു ഡ്രിങ്കിലോട്ട് കുറച്ച് മാത്രം മതി. ഞാൻ കുറച്ച് പച്ചമാങ്ങ കിട്ടിയപ്പോൾ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പച്ചമാങ്ങ, കുറച്ച് മാത്രം പച്ചമാങ്ങ എടുത്താൽ മതി. കുറേ വെള്ളം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബ്ലെൻഡർ ജാറിലിട്ട് കൊടുക്കുക. അതിലോട്ട് പഞ്ചസാര, ഉപ്പ്, പച്ചമുളക്, വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇത് അരിപ്പിലൂടെ അരച്ചിട്ടും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നേരെയും സെർവ് ചെയ്യാം. അതും നിങ്ങൾ എടുക്കുന്ന പച്ചമാങ്ങയുടെ ഒരു പരുവത്തിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഐസൊക്കെ ഒഴിച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുളിയും മധുരവും എരിവും ഒക്കെ പാകത്തിന് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഇഫ്താർ സമയത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, നല്ലൊരു കൂളിംഗ് ഡ്രിങ്കാണ്. അല്ലാത്ത സമയത്തും നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ച പ്രൊഡക്ട്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ പ്രൊഡക്റ്റാണത്. സിട്രസ് ജ്യൂസറാണ്. കാസ്റ്റ് അയണാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പോംഗ്രാനൈറ്റ് ജ്യൂസ് അതുപോലെ ഓറഞ്ച് ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒട്ടും വെള്ളം ചേർക്കാണ്ട് മധുരമൊന്നും ആഡ് ചെയ്യാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു സിട്രസ് ജ്യൂസർ ഉണ്ടെങ്കിൽ കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഹൈ പ്രൈസിലായിരുന്നു. ഇപ്പം പ്രൈസ് ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ നല്ല ഓഫർ പ്രൈസിൽ അവൈലബിൾ ആവും. ഞാൻ ലിങ്ക് സ്റ്റോറിയിൽ ഷെയർ ചെയ്യാം.